കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ ABC മലയാളം. ഇന്ന് സ്വന്തം ജാനിക്കുട്ടി, ഓർമ്മച്ചെപ്പ എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ച ചഞ്ചൽ എന്ന നടിയെ പ്രേക്ഷകർ മറക്കാൻ വഴിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് മലയാള ചിത്രങ്ങളിൽ മാത്രം മുഖം കാണിച്ച നടിയെ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടിട്ട് കാലങ്ങളായി. 1-2 തവണ ടെലിവിഷൻ പരിപാടികളിൽ പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും നടിയെക്കുറിച്ചുള്ള അധിക വിവരങ്ങളൊന്നും ആരാധകർക്ക് അറിയില്ല. എന്നാൽ ചഞ്ചൽ മാത്രമല്ല, മലയാള സിനിമയിൽ നിന്ന് കാണാതായത് 25ഓളം നടിമാരെയാണ്. വിവാഹത്തിന് ശേഷമാണ് പല നടിമാരും അഭിനയം ഉപേക്ഷിച്ചത്. എന്നാൽ ചില നടിമാർ തന്റെ ആദ്യ ചിത്രത്തോടെ അഭിനയം ക്വിറ്റ് ചെയ്തു. അഭിനയം വഴങ്ങുന്നില്ല എന്ന കാരണമാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത്. വിദേശ രാജ്യങ്ങളിലാണ് ഇവരിൽ പലരും. വിവാഹം കഴിഞ്ഞ് കുടുംബകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്നു. എന്നാൽ ഇപ്പോഴും ചില നടിമാർ എവിടെയാണെന്നോ അവരെ കുറിച്ചുള്ള യാതൊരു വിവരവും ഇല്ല. ഗിരിജ, മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം വന്ദനത്തിലെ ഗാഥയെ പ്രേക്ഷകർ ഇന്നും ഓർക്കാറുണ്ട്. ഗീതാഞ്ജലി എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് നടി സിനിമയിൽ എത്തുന്നത്. തുടർന്നാണ് പ്രിയദർശന്റെ വന്ദനത്തിൽ അഭിനയിച്ചത്. ജോ ജീത്ത വോഹി സിക്കാന്തർ, ഹൃദയാഞ്ജലി തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു. തുജേ മേരി കസം എന്ന ചിത്രത്തിലാണ് നടി ഒടുവിൽ അഭിനയിച്ചത്. 2003 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന് ശേഷം നടി അഭിനയം നിർത്തി. രൂപിണി, നാടുവാഴികൾ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായാണ് രൂപിണി മലയാള സിനിമയിൽ എത്തുന്നത്. തുടർന്ന് മിഥ്യ, കുണുക്കിട്ട കോഴി, നാടുടി എന്ന ചിത്രങ്ങളിൽ അഭിനയിച്ച നടി ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തോടെ മലയാളത്തിൽ നിന്ന് വിട്ടു. 1994 താമര എന്ന ചിത്രത്തോടെ തമിഴിൽ നിന്നും പടിയിറങ്ങി. സുനിത, മൃഗയ്യ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയ നടിയാണ് സുനിത. 1980 ഹം പാഞ്ച് എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്ത് എത്തിയ നടി ഒടുവിൽ അഭിനയിച്ചത് കുടമാളൂർ രാജാജി സംവിധാനം ചെയ്ത മിമിക്സ് 2000 എന്ന മലയാള ചിത്രത്തിലാണ്. കളിവീട്, പ്രദക്ഷിണം, വാത്സല്യം, കാസർഗോഡ് കാദർഭായ് തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. അഖില, കാര്യസ്ഥൻ എന്ന ചിത്രത്തിൽ ദിലീപിന്റെ നായികയായി എത്തിയ നടിയാണ് അഖില. തോംസൺ കെ തോമസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ശ്രീബാല എന്ന കഥാപാത്രത്തെയാണ് അഖില അവതരിപ്പിച്ചത്. അവതാരികയായി ടെലിവിഷൻ ചാനലുകളിൽ തിളങ്ങിയ അഖിലയ്ക്ക് അഭിനയം അത്ര വഴങ്ങിയില്ല. തൊട്ടടുത്ത വർഷം തേജാഭായ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിലും അഭിനയിച്ചു. ഇപ്പോൾ 6 വർഷമായി അഭിനയ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയാണ്. മധുരിമ, 1992 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത മൈ ഡിയർ മുത്തച്ഛൻ എന്ന ചിത്രത്തിലൂടെയാണ് മധുരിമ മലയാളത്തിൽ എത്തുന്നത്. 2014 പുറത്തിറങ്ങിയ കൂതറയാണ് നടി ഒടുവിൽ അഭിനയിച്ച മലയാള ചിത്രം. പിന്നീട് ബോളിവുഡിൽ ഗസ്റ്റ് റോളിൽ 1-2 ചിത്രങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഇന്ദ്രജ, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിൽ അഭിനയിച്ച നടി ഇന്ദ്രജ 1999 പുറത്തിറങ്ങിയ ഗോഡ്മാൻ എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് എത്തുന്നത്. തുടർന്ന് ഇൻഡിപെൻഡൻസ്, FIR, ഉസ്താദ്, ശ്രദ്ധ തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. മിക്ക ചിത്രങ്ങളിലും സൂപ്പർ സ്റ്റാറുകളുടെ നായികയായിരുന്നു. 2007 പുറത്തിറങ്ങിയ ഇന്ദ്രജിത്ത് എന്ന ചിത്രത്തോടെ മലയാളത്തിൽ നിന്ന് കാണാതായി. ആതിര, 2001 സുരേഷ് മെനു സംവിധാനം ചെയ്ത ചിത്രമാണ് ഭർത്താവ് ഉദ്യോഗം. ജഗദീഷ് കുമാർ, കലാഭവൻ മണി, കൊച്ചിൻ ഹനീഫ, സിദ്ദിഖ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പുതുമുഖ നടി ആതിരയായിരുന്നു ചിത്രത്തിലെ ജഗദീഷ് കുമാറിന്റെ നായികാവേഷം അവതരിപ്പിച്ചത്. ആദ്യ ചിത്രത്തിന് ശേഷം നടി അഭിനയം നിർത്തി. ശ്രുതി, സ്വന്തം എന്ന് കരുതി എന്ന മലയാള ചിത്രത്തിലൂടെയാണ് ശ്രുതി അഭിനയ രംഗത്ത് എത്തുന്നത്. തുടർന്ന് ഒട്ടേറെ കന്നഡ ചിത്രങ്ങളിൽ അഭിനയിച്ചു. അതിനുശേഷം കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിൽ ജയറാമിന്റെ നായികയായി എത്തി. 2006 പുറത്തിറങ്ങിയ സൈറ എന്ന മലയാള ചിത്രത്തിലാണ് നടി ഒടുവിൽ അഭിനയിച്ചത്. സുരഭി, CB മലയിൽ സംവിധാനം ചെയ്ത ചെങ്കോൾ എന്ന ചിത്രത്തിലൂടെയാണ് സുരഭി അഭിനയ രംഗത്ത് എത്തുന്നത്. മലയാളത്തിൽ ഒറ്റ ചിത്രത്തിൽ മാത്രം അഭിനയിച്ച നടി പിന്നീട് കന്നഡ, തെലുങ്ക് ചിത്രങ്ങളിലേക്കാണ് പോയത്. 1996 പുറത്തിറങ്ങിയ ഹലോ ഡാഡി എന്ന കന്നഡ ചിത്രത്തിലാണ് നടി ഒടുവിൽ അഭിനയിച്ചത്. മിത്ര കുര്യൻ, വിസ്മയത്തുമ്പത്ത് എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്ത് എത്തിയ നടിയാണ് മിത്ര കുര്യൻ. മയൂഖം, ഗുലുമാൽ, ബോഡിഗാർഡ് എന്ന ചിത്രങ്ങളിലും അഭിനയിച്ചു. 2014 പുറത്തിറങ്ങിയ ഒരു കൊറിയൻ പടം എന്ന ചിത്രത്തിലാണ് നടി ഒടുവിൽ അഭിനയിച്ചത്. മന്യ, തെലുങ്ക്, കന്നഡ, തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന നടി മന്യയെ മലയാളി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് ലോഹിതദാസ് ആണ്. ദിലീപിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരുക്കിയ ജോക്കറാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വിജയമായിരുന്നു. 2010 പുറത്തിറങ്ങിയ 11 വ്യാഴം എന്ന ചിത്രത്തിലാണ് ഒടുവിൽ അഭിനയിച്ചത്. ചഞ്ചൽ, ഓർമ്മച്ചെപ്പ്, എന്ന് സ്വന്തം ജാനിക്കുട്ടി എന്ന ചിത്രങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടി ചഞ്ചലും ഇപ്പോൾ മലയാള സിനിമയിലില്ല. പിന്നീട് 1-2 ചിത്രങ്ങളിൽ മാത്രം അഭിനയിച്ച നടി ഇപ്പോൾ അഭിനയ രംഗത്ത് നിന്നും അകന്നു കഴിയുകയാണ്. രേണുക മേനോൻ, കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ്
രേണുക സിനിമയിൽ എത്തിയത്. പിന്നീട് മീരയുടെ ദുഃഖവും, മുത്തുവിന്റെ സ്വപ്നവും, ഫ്രീഡം, ഫെബ്രുവരി 14, വർഗം എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ച നടി ഒടുവിൽ അഭിനയിച്ചത് 2006 പുറത്തിറങ്ങിയ പതീക എന്ന ചിത്രത്തിലാണ്. അമ്പിളി ദേവി 2000 പുറത്തിറങ്ങിയ സഹയാത്രികർക്ക് സ്നേഹപൂർവ്വം എന്ന ചിത്രത്തിലൂടെയാണ് അമ്പിളി ദേവി അഭിനയ രംഗത്തേക്ക് കടന്നുവരുന്നത്. മീരയുടെ ദുഃഖവും, മുത്തുവിന്റെ സ്വപ്നവും, ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ച അമ്പിളി ദേവി 2005 പുറത്തിറങ്ങിയ കല്യാണ കുറുമാനം എന്ന ചിത്രത്തിലാണ് ഒടുവിൽ അഭിനയിച്ചത്. സുജ കാർത്തിക മലയാളത്തിൽ 20ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 2002 പുറത്തിറങ്ങിയ രാജസേനന്റെ മലയാളി മാമന മണക്കം എന്ന ചിത്രത്തിലൂടെയാണ് നടി സിനിമയിൽ എത്തുന്നത്. 2007 പുറത്തിറങ്ങിയ നാദിയ കൊല്ലപ്പെട്ട രാത്രി എന്ന ചിത്രത്തിലാണ് നടി ഒടുവിൽ അഭിനയിച്ചത്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ ABC മലയാളം.